തമിഴ്നാട് വൈദ്യുതി ബോർഡിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലാണ്. തന്റെ ഭാര്യ ഒരു കുടുംബ സുഹൃത്ത് അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നാണ് ഈ ഹർജിയിലെ പ്രധാന ആരോപണം. 44 വയസ്സുകാരി ശ്രദ്ധാലിൽ നിന്ന് യുവതിയെ ജോസഫ് എന്നയാളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. ഈ വിഷയം അതീവ ഗൗരവമുള്ളതാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി യുവതിയെ അടിയന്തരമായി കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് MP സ്നേഹലതയും അടങ്ങുന്ന ബെഞ്ചാണ് ഈ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹൈക്കോടതിയിൽ ശ്രദ്ധയെ ഹാജരാക്കേണ്ടി വരുമെന്നും അപ്പോൾ അവർ എടുക്കുന്ന നിലപാട് ഈ കേസിൽ നിർണായകമാകുമെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജിക്കാരന്റെ വാദമനുസരിച്ച് ശ്രദ്ധ ഇടയ്ക്കിടെ കേരളത്തിൽ വരാറുണ്ടായിരുന്നുവെന്നും കുടുംബ സുഹൃത്തായ ജോസഫിനൊപ്പമാണ് ഇവർ താമസിച്ചിരുന്നതെന്നും പറയുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ കൊച്ചിയിൽ വെച്ചാണ് അദ്ദേഹം ഭാര്യയെ അവസാനമായി കണ്ടത്. അതിനുശേഷം 2024 മെയ് 17ഓടെ ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായും നിലച്ചു. ഈ അവസ്ഥയിൽ കടുത്ത ആശങ്കയിലായിരുന്ന അദ്ദേഹത്തെ തേടി ജൂൺ ആദ്യവാരം അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ എത്തി. ഒരു GM റാവു എന്ന അഭിഭാഷകനും സോഫിയ എന്ന് പരിചയപ്പെടുത്തിയ ഒരു കന്യാസ്ത്രീയുമായിരുന്നു ഫോൺ വിളിച്ചത്. ശ്രദ്ധ മരിച്ചുവെന്നും അതുപോലെ ഏതോ സംസ്കാര ചടങ്ങിന്റെ ദൃശ്യങ്ങൾ അവർ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ശ്രദ്ധയുടെ പേരിലുള്ള 2.5 കോടി രൂപയുടെ സ്വത്ത് വിൽക്കുന്നതിനുള്ള ചുമതല തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഇവർ ഹർജിക്കാരനെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഈ വിവരങ്ങൾ ഹർജിക്കാരനിൽ സംശയങ്ങൾ ഉയർത്തി. തന്റെ ഭാര്യയെ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ശക്തമായി സംശയിക്കുന്നു. ജോസഫും കൂട്ടരും മുൻപും പല കാരണങ്ങൾ പറഞ്ഞ് തന്നിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ പോലീസിന്റെ സമഗ്രമായ അന്വേഷണം ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമാകും. തന്റെ ഭാര്യയെ കാണാതായതിനെ തുടർന്ന് കൊച്ചി കമ്മീഷണർക്കും സെൻട്രൽ പോലീസിനും ഹർജിക്കാരൻ പരാതി നൽകിയിരുന്നുവെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇതേ തുടർന്നാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കാൻ നിർബന്ധിതനായത്. ഹർജി പരിഗണിച്ച കോടതി ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിനെ കുറിച്ച് സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിലവിലുള്ള സംഘത്തിന് അവസരം നൽകണമെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ഹേബിയസ് കോർപ്പസ് എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു സുപ്രധാന റിട്ട് ഹർജിയാണ്. പ്രൊഡ്യൂസ് ദ ബോഡി അഥവാ ശരീരം ഹാജരാക്കുക എന്നതാണ് ഈ ലാറ്റിൻ പദത്തിന്റെ ലളിതമായ അർത്ഥം. ഒരു വ്യക്തിയെ അന്യായമായി തടങ്കലിൽ വെക്കുകയോ കാണാതാവുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹർജി സമർപ്പിക്കാവുന്നതാണ്. ഒരു വ്യക്തിയുടെ സംരക്ഷണം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിനാൽ ഒരാളെ കാണാതാകുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത പോലീസിനുമുണ്ട്. ഭരണഘടനയുടെ 32-ാം ആർട്ടിക്കിൾ അനുസരിച്ച് സുപ്രീം കോടതിയിലും 226-ാം ആർട്ടിക്കിൾ അനുസരിച്ച് ഹൈക്കോടതിയിലും ഈ ഹർജി നൽകാം. സാധാരണഗതിയിൽ ഒരാളെ കാണാതാവുകയോ തടഞ്ഞു വെക്കപ്പെടുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുമ്പോഴാണ് ഹേബിയസ് കോർപ്പസ് ഹർജികൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എത്തുന്നത്. ഭരണഘടനയുടെ 5 റിട്ട് ഹർജികളിൽ ഒന്നാണ് ഹേബിയസ് കോർപ്പസ് എന്നത്. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഹേബിയസ് കോർപ്പസ് ഹർജി നൽകാം. എന്നാൽ ഹർജി നൽകുന്നയാളുടെ ഉദ്ദേശശുദ്ധി കോടതിക്ക് ബോധ്യപ്പെടണമെന്നതും പ്രധാനമാണ്. വിദേശത്തു നിന്നും എത്തുന്നവരെ കണ്ടെത്തുന്നതിനും ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയ സംഭവങ്ങളുമുണ്ട്. തലസ്ഥാനത്ത് കാണാതായി പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വിദേശ വനിതയുടെ കാര്യത്തിൽ ഇവരെ കണ്ടെത്താൻ വൈകിയതോടെയാണ് ബന്ധുക്കൾ കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ കാണാതായ വ്യക്തിയെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പോലീസിനുമുണ്ട്. ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം. ഹർജിയിൽ എതിർകക്ഷി പോലീസായിരിക്കും. നടപടി എടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ശരിയായ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ശ്രദ്ധ ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടി വരുമ്പോൾ അവർ എടുക്കുന്ന നിലപാട് ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. സ്വത്ത് തട്ടൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനാൽ പോലീസിന്റെ സത്യസന്ധമായ അന്വേഷണം ഈ കേസിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്.